ഞാൻ റഷ്യയിൽ ശുശ്രൂഷിക്കാനായി പോയിരിക്കുക. എയർപോർട്ടിൽ ഇറങ്ങി ഹോട്ടൽ വരെ ചെല്ലുന്നതിന് 800 റൂബിൾ കൊടുത്താൽ മതി. അവിടെ എന്നെ സ്വീകരിക്കാൻ ആൾക്കാർ വന്നു. രണ്ടാം സ്ഥലത്ത് ചെന്നപ്പം അവരോർത്ത് ഞാൻ യാത്ര ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് എല്ലാം അറിയാമെന്നുള്ള രീതിയിൽ ഈ പുതിയ ജനറേഷനാണെങ്കിൽ ഊബറും ഇതൊക്കെ അറിയാം. എയർപോർട്ടിൽ ഇറങ്ങി ഉടനെ ടാക്സിക്കാർ വന്നു, എവിടെയാണ് പോകേണ്ടത്, ഞങ്ങൾ പറഞ്ഞു ഇന്ന ഹോട്ടലിൽ അക്കോമഡേഷൻ. അതന്നെ സാറേ, ഒരു കുഴപ്പമില്ല, ഇവിടുന്ന് ഒരു കിലോമീറ്ററിന് 250 റൂബിൾ തന്നാൽ മതി, 20 കിലോമീറ്ററാണ്, ഇതാ പറഞ്ഞു. 5000 റൂബിൾ ഞാൻ കൊടുത്തു. 5000, 800 റൂബിളേ ഉള്ളൂ. എയർപോർട്ടിൽ നിന്ന് ആ ഹോട്ടൽ വരെ കയ്യിൽ നിന്ന് എടുത്തത് എത്രയാ? 5000. എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയത്? ഒന്ന്, എനിക്ക് ഭാഷ അറിയത്തില്ല, സ്ഥലം അറിയത്തില്ല, ജീവിതത്തിൽ ആദ്യമായി റഷ്യയിൽ ചെല്ലും. പിന്നെ ഞാൻ ഈ അഡ്വാൻസ് ടെക്നോളജി ഒന്നും അറിയാത്തയാളാണ്. അപ്പം ഞാൻ കളിപ്പിക്കപ്പെടാം, വഞ്ചിക്കപ്പെടാം. ഇപ്പോൾ 800-ന് പകരം 5000 കൊടുത്തു, വഞ്ചിക്കപ്പെട്ടു. എന്നാൽ അവിടം മുതൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് മുതൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഒരാൾ ഉണ്ട്. റഷ്യയിൽ അറിയാവുന്ന ഒരു ബിഷപ്പിൻ്റെ മോൻ, അദ്ദേഹം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല. അവൻ പുതിയൊരു രാജ്യത്തിൽ ആ രാജ്യത്തിൻ്റെ ഭാഷ അറിയാവുന്നതും ലൈഫ് സ്റ്റൈൽ അറിയാവുന്നതുമായ ഒരാൾ എൻ്റെ കൂട്ടത്തിൽ വന്നപ്പോഴോ എളുപ്പമായി. അതുപോലെ തന്നെ ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ പറയണം, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സഹായമില്ലാതെ. അതാ യേശു പറഞ്ഞത്, ആൻഡ് ഐ വിൽ സെൻഡ് യു ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ഹു വിൽ ബി ഗൈഡിങ് യു. ഒരു ഗൈഡിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് പുതിയ ഈ രാജ്യത്തിലേക്ക്.